ആളൂരിൽ പോലീസ് ജീപ്പിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ആളൂർ ആനത്തടം സ്വദേശി പീണിക്കപ്പറമ്പിൽ ജുവിൻ രാജുവാണ് മരിച്ചത്. സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് സംസ്ഥാന പോലീസ് മേധാവി റവദ ചന്ദ്രശേഖർ. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സംവിധാനം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വേണമെന്ന ശുപാർശയാണ് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചിരിക്കുന്നത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധം. ഭരണപരമായ വീഴ്ചകളും ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം നിഷേധിച്ചതും ആരോപിച്ച് കോൺഗ്രസ് CPI അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആളൂരിൽ പോലീസ് ജീപ്പും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ഒരാഴ്ചയോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് മരണം സംഭവിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റൊരു യുവാവ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ജൂൺ 15 രാവിലെ പോട്ട 3 പീടിക സംസ്ഥാന പാതയിലെ ആളൂർ കദളിച്ചിറയ്ക്ക് സമീപമാണ് അപകടം നടന്നത്. ആനത്തടം സ്വദേശി പീണിക്കപ്പറമ്പിൽ ജുവിൻ രാജുവും തയ്യിൽ അനന്തകൃഷ്ണനും സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് പിന്നിൽ തൃശൂർ റൂറൽ SP-യുടെ ഡാൻസ് ഓഫ് സ്ക്വാഡ് സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പ് ഇടിക്കുകയായിരുന്നു. പോട്ട ഭാഗത്തു നിന്ന് ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരുവാഹനങ്ങളും കദളിച്ചിറയിൽ വലതുവശത്തേക്ക് തിരിയുന്നതിനിടെയായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവർക്കും തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ഒരാഴ്ചയോളം കഴിഞ്ഞ ശേഷം ജുവിൻ രാജു മരണത്തിന് കീഴടങ്ങി. അപകടത്തിൽ പരിക്കേറ്റ അനന്തകൃഷ്ണൻ എറണാകുളം ആസ്ട്ര മെഡിസിറ്റി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സ തുടരുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം തുടരുകയാണ്. മീഡിയ ടൈം, ആളൂർ. സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് സംസ്ഥാന പോലീസ് മേധാവി റവദ ചന്ദ്രശേഖർ. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സംവിധാനം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വേണമെന്ന ശുപാർശയാണ് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചിരിക്കുന്നത്. ക്രമസമാധാന പരിപാലനവും സ്റ്റേഷൻ ഭരണവും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ നിലവിലെ പോലീസ് സ്റ്റേഷൻ ഭരണ സംവിധാനത്തിൽ നിരവധി അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DGP റവദ ചന്ദ്രശേഖർ പുതിയ ശുപാർശകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വലിയ 63 പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം ഇൻസ്പെക്ടർമാർ നേരിട്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി പ്രവർത്തിച്ചാൽ മതിയെന്നാണ് പ്രധാന നിർദ്ദേശം. മറ്റ് സ്റ്റേഷനുകളിൽ SI-മാർക്ക് കൂടുതൽ ഭരണ ചുമതല നൽകുന്ന രീതിയിലായിരിക്കും പുതിയ ക്രമീകരണം. സംസ്ഥാനത്ത് വീണ്ടും 210 പോലീസ് സർക്കിളുകൾ രൂപീകരിക്കണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. ഇതിലൂടെ മേൽനോട്ട സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും അന്വേഷണ ക്രമസമാധാന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ. ക്രമസമാധാന ചുമതലകളിൽ നിന്ന് ഒഴിവാകുന്ന 206 തസ്തികകൾ പോലീസിന്റെ മറ്റ് പ്രധാന മേഖലകളിലേക്ക് പുനർവിന്യസിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക, ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ വ്യക്തതയോടെ ക്രമീകരിക്കുക, പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് DGP ശുപാർശകൾ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധം. ഭരണപരമായ വീഴ്ചകളും ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം നിഷേധിച്ചതും ആരോപിച്ച് കോൺഗ്രസ് CPI അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്ന് ചേർന്ന കമ്മിറ്റി യോഗത്തിലാണ് കോൺഗ്രസ് CPI അംഗങ്ങളുടെ പ്രതിഷേധം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം അജണ്ടയിൽ ഉൾപ്പെടുത്താതിരിക്കുകയും മിനിറ്റ്സ് ഹാജരാക്കാതിരിക്കുകയും യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത ജോയിന്റ് BDOയുടെ നടപടിയെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ന്യായീകരിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായതെന്ന് അംഗങ്ങൾ ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പുത്തഞ്ചിറ CHCയിൽ മാസങ്ങളായി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേരാത്തതിനാൽ ഹെൽത്ത് പദ്ധതി നടപ്പാക്കലും ഫാർമസിസ്റ്റ് നിയമനവും തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇത്തരം ജനകീയ വിഷയങ്ങൾ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യാൻ അവസരം നിഷേധിച്ചതിലും പ്രതിഷേധം ശക്തമായി. തുടർന്നാണ് കോൺഗ്രസ് CPI അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ അയൂബ് കരുപ്പടന്ന, മെമ്പർ ഗീത മനോജ്, CPI പാർലമെന്ററി പാർട്ടി ലീഡറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KV സുജിത് ലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് തോമസ്, മെമ്പർ KK ശിവൻ എന്നിവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി യോഗം ബഹിഷ്കരിച്ചു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ.
കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്ന് 1/4 കിലോയോളം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. മാള പുത്തഞ്ചിറ വെള്ളൂർ സ്വദേശിയായ മുഹമ്മദ് റാഫിയാണ് അറസ്റ്റിലായത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ട് വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 22-ന് വൈകിട്ട് വെള്ളൂർ പ്രദേശത്ത് മാള പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 1/4 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. കുട്ടികളെ ലഹരി ഉപയോഗത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ വിൽപ്പന നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് NDPS നിയമപ്രകാരമുള്ള കുറ്റങ്ങൾക്കൊപ്പം ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 ഉൾപ്പെടുത്തിയും പോലീസ് കേസെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. മാള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തിയത്. മീഡിയ ടൈം, മാള. സ്കൂൾ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തിയിരുന്നുവെന്ന ആരോപണത്തിൽ വൻ ക്രിമിനൽ സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. കവർച്ചയും വധശ്രമവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ യുവാവും സുഹൃത്തുക്കളും അടങ്ങുന്ന സംഘത്തിൽ നിന്ന് കഞ്ചാവും ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. കയ്പമംഗലം പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് കൂരിക്കുഴി സ്വദേശി തിണ്ടിയക്കൽ വീട്ടിൽ ഹസീബ്, നാട്ടിക സ്വദേശി ആകാശ് ബാബു, താന്യം പെരിങ്ങോട്ടുകര സ്വദേശി അരുൺ എന്നിവർ പിടിയിലായത്. കൂരിക്കുഴിയിലെ ഹസീബിന്റെ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുകയും ലഹരി ഉപയോഗത്തിന് സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നദീമുദ്ദീൻ IPSന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. പരിശോധനയ്ക്കിടെ 16 വയസ്സുള്ള ഒരു കുട്ടിക്ക് പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു നൽകിയതായും പോലീസ് കണ്ടെത്തി. ഇതേ തുടർന്ന് NDPS നിയമപ്രകാരമുള്ള കുറ്റങ്ങൾക്കൊപ്പം ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തി കേസെടുത്തു. കയ്പമംഗലം സ്റ്റേഷൻ SHO ബിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണ്. മീഡിയ ടൈം, കയ്പമംഗലം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബയോ ഡൈവേഴ്സിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ബയോഡൈവേഴ്സിറ്റി ബോർഡ് സാങ്കേതിക വിദഗ്ധൻ ഡോക്ടർ KH അമിതാഭ് ബച്ചൻ, അശോകൻ എന്നിവർ ക്ലാസ് നയിച്ചു. അതായത് നമ്മൾ ഡയറക്റ്റ് ആശ്രയിക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഒരു ജീവി, ഇപ്പൊ കോഴിയാവട്ടെ, അല്ലെങ്കിൽ മാങ്ങയാവട്ടെ, നെല്ലാവട്ടെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്ന കുറച്ച് ഭക്ഷ്യ സാധനങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ ആളുകളോ നമ്മള് മതി, അല്ലെങ്കിൽ ഞാനും എന്റെ രാജ്യവും മതി ഈ ലോകത്ത് എന്നൊക്കെയായിരുന്നു മനുഷ്യന്റെ അറിവുകളും മനുഷ്യന്റെ ശാസ്ത്രമൊക്കെ മനുഷ്യനോട് തോന്നുകയും. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പറ്റൂല. അതായത് ഒരു പക്ഷേ അറബിക്കടലിന്റെ തീരത്ത് ഒരു ഓയിൽ ടാങ്കിൽ മറിയുന്നു. ആ ഓയിൽ ടാങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സൂക്ഷ്മമായിട്ട് ജീവികൾ ഇല്ലാതാകുന്നത് കൂടി നമ്മളുടെ ഇവിടുത്തെ ഫിഷറീസിന്റെ പ്രൊഡക്ഷൻ തന്നെ ചിലപ്പോൾ മാറും. നഗരത്തിലൊരു ടൗണിൽ അല്ലെങ്കിൽ ഗൾഫിൽ യുദ്ധം നടക്കുമ്പോൾ അവിടുത്തെ പൊള്യൂഷൻ ഉണ്ടാവുന്ന പൊള്യൂഷൻ ഹിമാലയത്തിലെ മഞ്ഞുരുകുന്നതിന് കാരണമാവേ അത് അവസാനം തീരപ്രദേശത്തുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് മാറ്റേണ്ട 10 ലക്ഷം രൂപ പുനർഗ്രഹം പദ്ധതിയിലേക്ക്. ചാലക്കുടിയിൽ കോഴിക്കൂടിന് സമീപത്ത് നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. കൊന്നക്കുഴി സ്വദേശി ചന്ദ്രന്റെ വീട്ടിലെ ടർക്കി കോഴിയെ ചത്തുനിലയിൽ കണ്ടെത്തിയിരുന്നു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്നെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പാമ്പിനെ പിടികൂടിയത്. വടക്കാഞ്ചേരി ടൗണിൽ SI സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വ്യാപാര സ്ഥാപനത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിച്ചു തകർത്തു. ഇന്ന് പുലർച്ചെ 5:30-യോടെയാണ് അപകടം. നിയന്ത്രണം വിട്ട പത്താംകല്ല് സ്വദേശിയായ പോലീസുകാരന്റെ കാർ പാതയോരത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ ബോർഡ് സ്ഥാപിച്ച സംരക്ഷണ ഭിത്തി ഇടിച്ചു തകർക്കുകയായിരുന്നു. ഭീമൻ കോൺക്രീറ്റ് പാളികൾ തങ്ങി നിൽക്കുന്ന നിലയിലാണ് വാഹനം. കാറിന്റെ മുൻവശവും പുറകുവശവും ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. തൃശൂർ പൂത്തുരുത്തിയിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ഷാൾ ചക്രത്തിൽ കുരുങ്ങി റോഡിലേക്ക് വീണ അങ്കണവാടി ടീച്ചർ മരിച്ചു.
പുതുസ്വദേശി മിനി വർഗീസാണ് മരിച്ചത്. അയൽവാസിയായ യുവാവിനോടൊപ്പം അംഗനവാടിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം. റോഡിലേക്ക് തെറിച്ചു വീണ മിനിയുടെ തല റോഡിലിടിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ നഗരസഭ, തിരുവള്ളൂർ ആയുർവേദ ഹോസ്പിറ്റൽ, 4ാം വാർഡ്, വയലാർ വികസന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മഴക്കാലം തുടങ്ങി പല അസുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നഗരസഭ എല്ലാ വർഷവും ഇതേപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ട. ആയുർവേദ മേഖലയിൽ നമുക്ക് 3 ഹോസ്പിറ്റലാണ് നിലവിലുള്ളത്. ആ 3 ഹോസ്പിറ്റലിൻ്റെയും കീഴിൽ ഇതേപോലെ 3 ക്യാമ്പുകൾ, അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ആദ്യത്തെ ക്യാമ്പ് ഇന്നിപ്പോൾ ഈ വാർഡിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പനിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങളും മഴ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലമൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ പല രീതിയിൽ നമ്മളെ സമീപിക്കും. അപ്പോൾ ആയുർവേദ മേഖലയിലുള്ള മരുന്നുകൾക്ക് നമുക്കറിയാം മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാത്ത ഒന്നാണ് ആയുർവേദം എന്ന. വാർഡ് കൗൺസിലർ കെ ഹാഷിഖ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ ലത, ലായി, ആശാവർക്കർമാരായ ഷെമി, രേഷ്മ, നിത തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളൂരിൽ പോലീസ് ജീപ്പിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ആളൂർ ആനത്തടം സ്വദേശി പീണിക്കപ്പറമ്പിൽ ജുവിൻ രാജുവാണ് മരിച്ചത്. സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് സംസ്ഥാന പോലീസ് മേധാവി റവദ ചന്ദ്രശേഖർ. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സംവിധാനം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വേണമെന്ന ശുപാർശയാണ് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചിരിക്കുന്നത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധം. ഭരണപരമായ വീഴ്ചകളും ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം നിഷേധിച്ചതും ആരോപിച്ച് കോൺഗ്രസ് CPI അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.